So today let's get into the tactics അല്ലെങ്കിൽ narcissistic person യൂസ് ചെയ്യുന്ന തന്ത്രങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വിതൗട്ട് ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ. നമ്പർ 1, ഗ്യാസ് ലൈറ്റിംഗ്. സോ ഈ ടേം നിങ്ങളൊക്കെ ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനെ ട്വിസ്റ്റ് ചെയ്ത് അതിനെ എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിലേക്ക് ഇടുക. വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും പറഞ്ഞ് ഒരു റിയാലിറ്റീനെ ട്വിസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ തന്നെ നമ്മൾ ഡൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എത്തിക്കുക. ഇറ്റ്സ് ലൈക്ക് ചിലപ്പോൾ ആള് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളത് ചോദ്യം ചെയ്യുമ്പം തിരിച്ചു പറയുന്നത്, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നീ സ്വപ്നം കണ്ടതായിരിക്കും, നിനക്ക് ബോധമില്ലേ, നീ എന്തേ പറയുന്നത്, നീ ചുമ്മാ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ്, ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞു പറഞ്ഞ് നമ്മൾ തന്നെ ഡൗട്ട് ചെയ്യും. അയ്യോ, ഇനിയിപ്പോൾ ഞാനിനി ഉറക്കത്തിൽ കണ്ടതാണോ, എന്താ ഈ സംഭവം, എന്താ നടക്കുന്നത് എന്നുള്ളൊരു സംഭവം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളിങ്ങനെ സ്കൈ കാണിച്ചിട്ട് പറയാണ് ഇത് ബ്ലൂ കളർ അല്ല, ഇത് ഗ്രീൻ കളർ ആണെന്ന് എന്നും എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ തന്നെ നിങ്ങൾ ഡൗട്ട് ചെയ്യും. ആ തരത്തിലുള്ള ഒരു സംഭവം. ഇറ്റ്സ് ബേസിക്കലി ട്വിസ്റ്റിംഗ് ദ ട്രൂത്ത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, ട്രസ്റ്റ് മീ. ആൻഡ് നമ്പർ 2, ലവ് ബോംബിങ്. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് എഫെക്ഷൻ. ഭയങ്കരമായി സ്നേഹം കാണിക്കുന്നു. ഇനീഷ്യലി നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ മേടിച്ചു തരുന്നു, ഫാൻസി റെസ്റ്റോറൻറ്റ്സിൽ കൊണ്ടുപോകുന്നു, ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് നിങ്ങളെ പല സ്ഥലങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങളെ ഇപ്പോൾ പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു, വാവ് യു ആർ അമേസിങ്, നിങ്ങൾ അടിപൊളിയാണ്, യു ആർ മൈ സോൾമേറ്റ്, യു ആർ മൈ ഫോർ എവർ. ഇങ്ങനെ എന്താ പറയാ, നമുക്ക് തന്നെ തോന്നും എന്താ അടിപൊളി മനുഷ്യനാണ് ഇയാൾ, ഇന്ന് ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ, ഓർ ഹീ ഓർ ഹർ whoever it is എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ, എന്താണ് ഇങ്ങനെ വാവ് എന്നൊക്കെ തോന്നിച്ചിട്ട് ആ നിമിഷം നിങ്ങളെ താഴ്ത്തിയിടും. ചിലപ്പോൾ ഒരനക്കം ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി നിങ്ങളെ അത്രയും തരം താഴ്ത്തുന്ന രീതിയിൽ നിങ്ങളെ അങ്ങ് വിഡ്രോ ചെയ്യും. ഹൗ ക്യാൻ സമ്മൺ ടോളറേറ്റ് ദാറ്റ്? എങ്ങനെ സഹിക്കാൻ പറ്റൂല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മിക്സ്ഡ് ഇമോഷനാണ് അവരെ ആക്ച്വലി അവിടെ കാണിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ഫുഡൊക്കെ ഒഴിക്കും, നല്ല ഫീസ്റ്റൊക്കെ ഒഴിക്കും, നിങ്ങളെ വയറൊക്കെ നിറച്ചിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങളെ കംപ്ലീറ്റ്ലി പട്ടിണിക്കിടുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ആ സെയിം സംഭവമാണ് ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമ്പർ 3 ഇസ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറ്റബോധം എന്നൊരു ടൂൾ ഉപയോഗിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യുക. ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിരുന്നു, അവർ ഏതറ്റം വരെയും പോയി നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവഴിക്കും, ടൈം സ്പെൻഡ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാൻ തക്ക രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. ആൻഡ് അഗെയിൻ ഞാൻ പറയണം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യാനുള്ള ഒരു ആയുധം മാത്രമാണ് അത്. ആൻഡ് എന്തെങ്കിലും ഒരു ലൈഫിൽ ഇപ്പം നിങ്ങൾ ബിസിയായി, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ബിസി ആവുന്നു, അപ്പോൾ ആൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ പറയും, ഞാൻ നിനക്ക് വേണ്ടി അന്ന് അത്രയും ചെയ്തിട്ട് നിനക്കിത് പറ്റുന്നില്ല, നീ ഇപ്പം വലിയ ആളായിപ്പോയി, നീ ഇപ്പം അങ്ങനെ ആയിപ്പോയി, നിനക്കിപ്പോൾ ഒന്നിനും സമയമില്ല. ഇല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മളെക്കാട്ടിലും 3 ഇരട്ടി ഭാരമുള്ള ഒരു ബാഗ് നമ്മളോട് ചുമക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് അവർ നമ്മളെന്തും ചെയ്യണം, അവർ നമുക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ട്, അപ്പം നമ്മളെന്തും അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു സംഭവം. അങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ ഡയലോഗുകൾ പറഞ്ഞ് നമ്മളെ അങ്ങ് ഗിൽട്ട് അടുപ്പിച്ച് നമ്മൾ പിന്നെ ഓക്കെ നമുക്ക് ചെയ്യാം, ശരിയാണ്, അപ്പോൾ നമ്മുടെ ഭാഗത്തല്ലേ തെറ്റെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അയാളിലേക്ക് എത്തിക്കുന്ന തരമുണ്ട്. ഇതെല്ലാം ഇവർ കൺട്രോളിൽ എത്തിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബൗണ്ടറി വയലേഷൻ. നിങ്ങളുടെ പേഴ്സണൽ ലിമിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറിനെ തീരെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് എന്താ പറയുക, ചിലപ്പം നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് റാൻഡംലി ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക, നിങ്ങൾ ബിസിയാന്ന് പറഞ്ഞാലും ഹൂ കേസ്, അതിനെന്താ ബാബാ നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ പറയാണ്. അതായത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ബൗണ്ടറി വയലേഷൻ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ നമ്മളൊക്കെ അറിയുന്നുണ്ടാവില്ല, അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല, അവരുടെ ഒരു ഡേ എങ്ങനെയാണെന്ന് അറിയില്ല, അവർ ആരെടുത്ത് മിണ്ടുന്നു എടുക്കുന്നു, അവരെന്ത് കഴിക്കുന്നു, അതൊന്നും നമ്മൾ അറിയാൻ പാടില്ല, നമ്മൾ ചോദിക്കാനും പാടില്ല. പക്ഷേ അവർക്കെല്ലാം അറിയണം. അവർക്കിങ്ങനെ വലിഞ്ഞു കയറി ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സംഭവം. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരാൾ വന്ന് എപ്പോഴും വന്ന് നോക്ക് ചെയ്ത് ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പം എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത് നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ ലൈഫും വെച്ച് കളിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ അനദർ തിങ് വാട്ട് ദേ ഡു ടു കൺട്രോൾ യു. നെക്സ്റ്റ് വൺ ഇസ് സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവരുടെ വിചാരം അവരാണ് ദ കിങ് ആൻഡ് ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. ആൻഡ് അങ്ങനെ വരുമ്പം നിങ്ങളിപ്പോൾ കാണുന്നു അവർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ബിലിറ്റിൽ ചെയ്യുക, നിങ്ങളങ്ങ് തരം താഴ്ത്തുക, നിങ്ങളെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുക,
നിങ്ങൾ ചിലപ്പം നല്ല എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ നിങ്ങളെ ഇൻസെക്യൂർ ആക്കും തരത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെയാണ്, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്, നിന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണത്. അത് എന്താ പറയുക, അവരങ്ങനെ ആയിരിക്കും. എപ്പോഴും ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എനർജി ഭയങ്കര വീക്കായിരിക്കും, നിങ്ങളുടെ മൂഡേ മാറും, നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർ ആവും, നിങ്ങളുടെ ടാലൻസിനെയും നിങ്ങളുടെ ക്യാരക്ടറിനെ വരെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന തക്കമായിരിക്കും ഇവരുടെ അടുത്ത്. ഒന്ന് കുറച്ച് ടൈം ഇവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് പോയാൽ ദാറ്റ് ഈസ് വാട്ട് ദേ ഡു.